അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 5ാം ക്ലാസ് പൊതുപരീക്ഷ ഫിഖഹിൻ്റെ മോഡൽ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറേ ആളുകൾ ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തേത് യോജിപ്പിക്കാം എന്നാണ്. ബ്രാക്കറ്റിൽ ജറാദ്, തോഹിർ, കറാഹത്ത്, നഫ്ല്, ഖളാ, സുന്നത്ത് ഇത്രയും തന്നിട്ടുണ്ട്. അതിൽ 5 ചോദ്യമുണ്ട്, 6 ഉത്തരം തന്നിട്ടുണ്ട്. അതിൽ 5 ശരിയുള്ളൂ, തെറ്റായതൊന്നുണ്ട്. അതാരും എഴുതരുത്, കറക്കി കുത്തരുത്. നേരെ കൃത്യമായി പഠിച്ചത് ആലോചിച്ചെടുത്തിട്ട് എഴുതണം. മുസ്തഹബിൻ്റെ മറ്റൊരു പേര് നഫിൽ. 2 ആസന്നമായ നിസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടതാണ്. ആയ നിസ്കാരത്തെയാണ് മുന്തിക്കേണ്ടത് അല്ലേ. 3 ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം. 4 നജസ് അല്ലാത്ത ശവത്തിൽപ്പെട്ടതാണ്. ജറാദ് അല്ലാതെ വേറെ ഉണ്ടല്ലോ, ബ്രാക്കറ്റിലില്ല, എന്നാലും അത് പറഞ്ഞാണ് ജറാദ്. പിന്നെ 5ാമത്തേത് ഉളൂഇൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാക്കൽ കറാഹത്ത്. അപ്പോൾ ഇതിൽ ഏതാ കൂടുതലായിട്ട് വന്നത്? സുന്നത്ത്. അപ്പോൾ സുന്നത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി എഴുതി വെച്ചാൽ ഉത്തരം തെറ്റായി മാറും കേട്ടോ. ഇനി 2ാമത്തെ ഭാഗം ശരി അടയാളപ്പെടുത്താമെന്നാണ്. ചോദ്യം നല്ലോണം മനസ്സിലാക്കണം. നമുക്ക് ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരിക. 1 ഹൈദിൻ്റെ ചുരുങ്ങിയ സമയം 1 സെക്കൻഡ്, 1 ദിവസം, 7 ദിവസം. ഉറപ്പല്ലേ? 2 തയമ്മുമിൻ്റെ ഫറലാകുന്നു മുഖം തടവൽ, തല തടവൽ, കാല് തടവൽ. ഉറപ്പല്ലേ? ഉറപ്പ്. മുഖം തടവൽ. കാരണം തല തടവലും കാല് തടവലും എന്തിലില്ല? തയമ്മില്ല. അതൊക്കെ ഒദുവിലാണുള്ളത് അല്ലേ. ഇനി 3ാമത്തേത് ബാങ്കിൻ്റെ ശേഷം സ്വലാത്ത് ചെല്ലൽ ഫറല്, ഷർത്ത്, സുന്നത്ത്. സുന്നത്ത്. ഉറപ്പല്ലേ? അടുത്തത് 4ാമത്തെ ഫാത്തിഹയിൽ പെട്ടതാണ് അഊദു ബിസ്മി വജ്ജഹതു, ബിസ്മി. 5ാമത് സുബഹിൽ സുന്നത്താണ് അത്തഹിയാത്ത്, ആയത്തുൽ കുർസി, കുനൂത്ത്. കുനൂത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയും. അടുത്ത 3ാമത്തെ യോജിച്ച സ്ഥാനത്ത് എഴുതാവുന്ന. ബ്രാക്കറ്റിൽ നിയ്യത്ത്, തലതടവൽ, ഖിബിലക്ക് മുന്നിടൽ, മിസ്വാക്ക് ചെയ്യൽ, വെള്ളം തൊഹൂറായിരിക്കൽ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ഇത്രയും തന്നിട്ടുണ്ട്. അതിൽ ഉളൂഇൻ്റെ ഷർത്ത് ഏതാണ്? അതിൽ നിന്ന് ഉളൂഇൻ്റെ ഷർത്ത് വെള്ളം തൊഹൂറായിരിക്കൽ. വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കൽ. ഉളൂഇൻ്റെ ഫറളോ നിയ്യത്ത്, പിന്നെ തലതടവൽ. ഉളൂഇൻ്റെ സുന്നത്തോ മിസ്വാക്ക് ചെയ്യലും ഖിബിലക്ക് മുന്നിടലും. അങ്ങനെ ആ ബ്രാക്കറ്റിൽ നിന്ന് ഈ 2 വെച്ചിട്ട് ഓരോന്നിനും എഴുതാൻ കോളൊക്കെ തന്നിട്ടുണ്ട്. ആ കോളത്തിൽ തന്നെ എഴുതാം. അടുത്തത് 2ാമത്തേത് മുസ്ലിം ആവുക, അള്ളാഹുവിനെ സ്തുതിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക, നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, 40 ആളെ കൊണ്ടായിരിക്കുക, സ്വതന്ത്രനായിരിക്കുക. അതിൽ ഖുതുബയുടെ ഫറദ്, ജുമാ സഹിയാകാനുള്ള ഷർത്ത്, ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത്. ഖുതുബയുടെ ഫറദുകൾ ഏതൊക്കെയാണ്? അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, 2ാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക. ഇനി ജുമാ സഹിയാകാനുള്ള ഷർത്ത് ഏതാണ്? 40 ആളുകളെ കൊണ്ടായിരിക്കുക, ളുഹറിൻ്റെ സമയത്തായിരിക്കുക. ഹജ്ജ് വാജിബാകാനുള്ള ഷർത്ത് ഏതാണ്? മുസ്ലിം ആവുക, സ്വതന്ത്രമാണ്. അത് ഹജ്ജ് വാജിബാകാനുള്ള ഷർത്താണ് അല്ലേ. അടിമകൾക്കൊന്നും എന്തില്ല? ഹജ്ജ് വാജിബില്ല. ഇനി അടുത്ത ചോദ്യം 4ാമത്തേത് വ്യക്തമാക്കാമെന്ന. ജുമയുടെ അല്ലാത്ത ഖുതുബയുടെ ഷർത്ത് പറയും. ഏതൊക്കെയാണ്? 2 ഉണ്ട്. പക്ഷെ നമ്മൾ പൂരിപ്പിക്കുമ്പോൾ എങ്ങനെ? അതിൻ്റെ ബാക്കി തന്നെ പൂരിപ്പിക്കണം. പാഠഭാഗത്തിൽ ഖുതുബ എന്ന പാഠത്തിൽ അതിൽ ആദ്യ ഖണ്ഡികയുടെ അവസാനത്തിൽ മറ്റു ഖുതുബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിലായിരിക്കലും മാത്രമേ ഷറത്തുള്ളൂ. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിച്ചവിടെ കൊടുക്കേണ്ടത്.
രണ്ടാമത്തെ, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ ഉത്തമമായ സമയം എപ്പോഴാണ്? എപ്പോഴാ? പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായി കൊടുക്കലാണ് ശ്രേഷ്ഠമായത്. സക്കാത്തുൽ ബദൻ എന്ന പാഠത്തിലാണ് അതിൻ്റെ ഉത്തരമുള്ളത്. പിന്നെ മൂന്നാമത്തെ, നോമ്പിൻ്റെ ഫറദുകൾ എത്രണ്ണ? 2 നോമ്പിൻ്റെ ഫറദുകൾ അത് പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കുന്ന സമയത്ത് ശരിക്കും പൂരിപ്പിക്കണം. നോമ്പിൻ്റെ ഫറദുകൾ 2 കണ്ടില്ല ഇവിടെ. 1 നിയ്യത്ത്, രണ്ടാമത്തെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കുക. ഈ ചോദ്യങ്ങളാണ് വ്യക്തമാക്കാം എന്ന പക്തിയിൽ ആ ഭാഗത്ത് 4ാമത്തെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. 5ാമത്തെ, ക്രമത്തിൽ എഴുതാം എന്നാണ്. ക്രമം തെറ്റിച്ചിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. മത്ഹറത്തുൻ ലിറബ്ബി ലിൽ ഫമി അസ്സിവാക്കു മർദാത്തുൻ. അതൊരു ഹദീസാണ്. ക്രമം ശരിയാക്കി വരുമ്പോഴാണ് ഹദീസായിട്ട് മാറുന്നത്. അങ്ങനെ 1 അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മർദാത്തുൽ ലിറബ്ബി. ഓക്കെ അല്ലേ? 2ാമത്തേത്, അസ്വലാത്തു അഹദുക്കും ഇദാ ഹദറത്തി ഫല്യുഅദ്ദിൻ ലക്കും. അത് ശരിയാക്കിയിട്ട് എങ്ങനെ എഴുതാം? ഇദാ ഹദറത്തി സ്വലാത്തു ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും. സ്വലാത്തി എന്ന് പറയരുത്, സ്വലാത്തു എന്നാണ്, ലൊമ്മാണ് കേട്ടോ. തീ എന്ന് പറഞ്ഞാൽ മാർക്ക് കുറയും, ഹദീസ് തെറ്റും. ഓക്കെ, അപ്പോൾ അത് കൃത്യത്തിൽ എഴുതാം. അടുത്ത 6ാമത്തെ, ഒറ്റ വാക്കിൽ എഴുതാം എന്നാണ്. ഉത്തരം പറയില്ലേ? ഹജ്ജ് പോലെ ജീവിതത്തിൽ ഒരു തവണ മാത്രം വാജിബുള്ള അമല് ഏതാണ്? 2 ഫറദ് നോമ്പിന് ഫജറിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ. ഫറദ് നോമ്പിന് ഫജറിന് മുമ്പായി നിയ്യത്ത് ചെയ്യൽ വാജിബ്, നിർബന്ധമല്ലേ? ആരാ സുന്നത്തറിന്? തെറ്റാണ് കേട്ടോ, അത് സുന്നത്ത് നോമ്പിനാണ്. ഫറദ് നോമ്പിന് ഫജറിന് മുമ്പ് നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ്. അടുത്ത, കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഹറാമാണ് അല്ലേ? 4 റമദാനിലെ ഒരു പ്രത്യേക നിസ്കാരമാണ് തറാവീഹ്. ഓക്കെ അല്ലേ? അടുത്ത 7ാമത്തെ, പൂർത്തിയാക്കാം. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ഡാഷ് കൂടാതെ ഡാഷ് നിസ്കരിക്കുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. 2 റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദ്. പൂരിപ്പിക്കുക കേട്ടോ. 3ാമത്തെ, 5 ഒട്ടകത്തിന് 1 ആട്, 30 മാടിന് 1 വയസ്സുള്ള ഒരു കുട്ടിയും 40 ആടിന് 1 ആടും നൽകണം. അവിടെ ഒരു പൂരിപ്പിക്കാനുള്ള സ്ഥലം എക്സ്ട്രാ അറിയാതെ വന്നതായിരിക്കും എന്നാണ് കരുതുന്നത്. അങ്ങനെയൊന്നും പുസ്തകത്തിലില്ല കേട്ടോ. 1 ആടും നൽകണം എന്നേ ഉള്ളൂ. അടുത്ത 8ാമത്തെ, ഉത്തരം എഴുതാം. നിസ്കാരത്തിലെ കൗലിയായ ഫറദുകൾ ഏതെല്ലാം? കൗലിയായ ഫറദുകൾ ഏതെല്ലാം? നിസ്കാരത്തിലെ കൗലിയർ എന്താ? വാക്കാലുള്ള ഫറദുകൾ. കൽബി പറഞ്ഞാലോ ഹൃദയത്തിനാൽ, മനസ്സിനുകൊണ്ടുള്ള നിയ്യത്തിലെ. പിന്നെ ഫിഅലിയായ റുക്കിൻ പറഞ്ഞാലോ പ്രവർത്തികളെ കൊണ്ടുള്ളതായ ഖിയാമ്, ഖുഊദ് അല്ലേ, അത്തഹിയാത്തിന് ഇരുത്തം, ഇതൊക്കെ പോലെ. അപ്പോൾ കൗലിയായ റുക്കിനുകൾ ഏതൊക്കെയാണ്? ഇഹ്റാമ്, ഫാത്തിഹ, തശഹുദ്, സലാത്ത്, 1ാമത്തെ സലാം വീട്ടൽ, ഇതൊക്കെ കൗലിയായ ഫർദുകളാണ്. ജമ്മു തഖദീം എന്നാൽ എന്ത്? 2ാമത്തെ ചോദ്യം. അസർ ദുഹറിൻ്റെ സമയത്തും ഇശായ് മഗ്രിബിൻ്റെ സമയത്തേക്കും മുന്തിച്ച് നിസ്കരിക്കുമെന്ന ജമ്മാക്കുന്നതിനാണ് ജമ്മു തഖദീം എന്ന് പറയുന്നത്. ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം? യലംലം, ദുൽഹുലൈഫ, ജുഹ്ഫ, ഖർനുൽ മനാസിൽ, ദാത്തു ഇറഖ് എന്നിവയാണ് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഒരുപാട് ചോദ്യപേപ്പറുകൾ കണ്ടെത്തുക, ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് ഫിഖ് മനോഹരമാക്കി പരീക്ഷ എഴുതുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.